ഇന്നത്തെ ഈ ബ്രേസ്ലെറ്റ് വളരെ സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ്. ഫ്രണ്ട് സൈഡ് മൊത്തം ടെന്നീസ് ബ്രേസ്ലെറ്റിന്റെ പോലെ ഫുൾ സ്റ്റോൺസ് ആണ് വന്നിരിക്കുന്നത്. എമറാൾഡ് ഗ്രീനിലുള്ള സ്റ്റോൺസ് ആണ് കേട്ടോ. എന്നാൽ ടെന്നീസ് ബ്രേസ്ലെറ്റിന്റെ പോലെ ഫുൾ സ്റ്റോൺസ് അല്ല, ബാക്ക് സൈഡിൽ ഇങ്ങനെ ചെയിൻ പോലെയാണ് വന്നിരിക്കുന്നത്. ഞാൻ കുറെ നേരമല്ലേ ടെന്നീസ് ബ്രേസ്ലെറ്റ് എന്ന് പറയുന്നത്. ഞാനും ഈ ടെന്നീസ് ബ്രേസ്ലെറ്റിന്റെ കഥ അറിയണേക്കാൾ മുമ്പ് ഇങ്ങനെ ആലോചിച്ചു, ഈ ടെന്നീസും ബ്രേസ്ലെറ്റും തമ്മിൽ എങ്ങനെയാണ് കണക്ട് ആവണേന്ന്. എന്നെ പോലെ പലർക്കും ഈ ടെന്നീസ് ബ്രേസ്ലെറ്റിന്റെ സ്റ്റോറി അറിയുന്നുണ്ടാവില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ സ്റ്റോറി ഷെയർ ചെയ്യാം. 1987 വരെ ഈ ടെന്നീസ് ബ്രേസ്ലെറ്റിന്റെ പേര് ഡയമണ്ട് ബ്രേസ്ലെറ്റ് എന്നായിരുന്നു. 1987 ക്രിസ് എവേർട്ട് എന്ന് പറഞ്ഞ ടെന്നീസ് പ്ലെയർ US ഓപ്പണിങ്ങിന് എത്തിയത് ഇതുപോലത്തെ ഒരു ഡയമണ്ട് ബ്രേസ്ലെറ്റും ധരിച്ചുകൊണ്ടിരുന്നു. കളി പകുതിയായപ്പോ ആളുടെ കയ്യിൽ നിന്ന് ആ ബ്രേസ്ലെറ്റ് പൊട്ടി താഴെ പോകും. ഇതറിഞ്ഞ പാടെ ആള് കളിയൊക്കെ അവസാനിപ്പിച്ച് സംഘാടകരോട് തന്റെ ഡയമണ്ട് നെക്ലസ് തിരിച്ചു കിട്ടുന്നത് വരെ കളി കുറച്ചു നേരത്തേക്ക് പോസ് ചെയ്ത് വെക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്തു. ഈ സംഭവം അന്ന് മീഡിയക്കാര് ഭയങ്കരമായിട്ട് ഏറ്റെടുക്കുകയും ഭയങ്കരമായിട്ട് വൈറലാവുകയും ചെയ്തു. അതോടെയാണ് ഈ ബ്രേസ്ലെറ്റിന് ഡയമണ്ട് ബ്രേസ്ലെറ്റ് എന്നുള്ള പേരിന്റെ ഒപ്പം ടെന്നീസ് ബ്രേസ്ലെറ്റ് എന്നുള്ള പേരും കിട്ടിയത്. പിന്നെ നമ്മുടെ ഈ ബ്രേസ്ലെറ്റ് ടെന്നീസ് ബ്രേസ്ലെറ്റ് അല്ല, ഒരു സാധാരണ സിമ്പിൾ ബ്രേസ്ലെറ്റ് ആണ്. മിനിമലായിട്ട് ആക്സസറീസ് ഇഷ്ടപ്പെടുന്നവര് വേഗം തന്നെ DM ചെയ്തോളൂ കേട്ടോ.